ഹലോ അസ്സാം വലൈക്കും. അതാ മനു ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ട്. നമ്മളെവിടെയെന്ന് വെച്ചാൽ സഫാരി പാർക്കിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ കുറുമ്പി ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടാണ് ഈ അന്തം വിട്ടിരിക്കുന്നത് കേട്ടോ. ആരെയോ അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ശരി, സഫാരി പാർക്ക് അടിപൊളിയാണ് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു വ്യൂസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ അകത്ത് കയറുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പോകാനൊക്കെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ നടന്നിങ്ങനെ കാണുകയാണ്. കണ്ടല്ലോ, ഓരോ വാനരന്മാരുടെ സർക്കസൊക്കെ ചിമ്പാൻസിയുടെ കുട്ടികളാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവരെ കളി കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുണ്ട് ഓസ്ട്രിച്ച്, ഒട്ടകപക്ഷി. ഇതും ഭംഗിയുണ്ടായിരുന്നു. ഏതാ ഭംഗിയില്ലാത്തത്? എല്ലാം നല്ല ഭംഗിയാണ്. കാരണം എനിക്കിതൊക്കെ കൗതുകരമായ കാഴ്ചകളാണ്. ഞാനിവിടെ എന്താ പറയുക, മൈസൂരും തൃശ്ശൂരൊക്കെ ഉള്ള സൂവിൽ നിന്ന് കണ്ട പോലെ അല്ല ഇവിടുത്തെ കാണുമ്പോഴേ ഞാനും മനു അതിൻ്റെ ഇടയിലൊന്ന് സെൽഫി എടുത്തു. കാരണം സെൽഫി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭംഗിയാണ് അവിടുത്തെ നമ്മളെ ബാക്കിൽ കാണുന്ന ആ ഒരു സംഭവങ്ങളുടെ ഒക്കെ മുന്നിൽ നിന്ന് എടുക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ, എന്താ പറയുക, ഓരോ കേവിൻ്റെ ഉള്ളിലും ഓരോ ആനിമൽസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകണ്ടോ. ഒരു എന്താ പറയുക, പണ്ടൊക്കെ ഒരു എന്താ പറയുക, ആദിമ മനുഷ്യൻ്റെ യുഗത്തിലുള്ള ഗുഹ എന്നൊക്കെ പറയൂലേ, ആ ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ അകത്തുകൂടെ പോകുമ്പോൾ. എന്താ നല്ലൊരു എന്താ പറയുക, നൊസ്റ്റാൾജിക് ഫീലിങ്സ് എന്നൊക്കെ പറയൂലേ. എനിക്ക് ഇംഗ്ലീഷൊക്കെ എങ്ങനെ വരുന്നൂലേ. കണ്ടല്ലോ, അല്ല ഇതിൻ്റെ ഇടയിലേക്കാണ് ഞാൻ പോണത്. ഞാനൊറ്റക്കുള്ളി, എൻ്റെ കൂടെ ആരുമില്ല. മറ്റവരൊക്കെ ഓരോ മൃഗത്തിനെ കാണുമ്പോൾ ആ ഭാഗത്ത് കൂടെ പോവുകയാണ്. എല്ലാവരും ഓരോ വഴിക്കാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എവിടെയെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ കണ്ടുവിട്ട് അറിയൂലേ. അങ്ങനെയാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റക്കാണ് ഇങ്ങനെ ഈ വീഡിയോ എടുത്ത് നടന്നുകൊണ്ടിരിക്കണത്. അതാ അവിടെ വണ്ടി വന്ന് പറഞ്ഞിട്ട് വിളിച്ചിക്കണു. അങ്ങനെ നമ്മൾ വണ്ടി കയറും കേട്ടോ. നമ്മളെ കൊണ്ടുപോകണ വണ്ടിയാണിത്. നമ്മൾ മാത്രമുള്ളൂ ഈ വണ്ടിയിൽ കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരിക്കണ വണ്ടി അങ്ങനെയുണ്ട് കേട്ടോ. ബസ്സുണ്ട് കാണാൻ. കാരണം അത്രയും ദൂരം നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഇറക്കി വിട്ട ഭാഗമാണിത്. എന്ത് ഭംഗിയാണ് അറിയാൻ നിങ്ങൾ കാണാൻ. കൂട്ടത്തോടുക്കനെ നൃത്തം ചെയ്യണു. ഈ മരങ്ങൾ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഇവിടേക്കാണ് പോണത്, സ്നേക്കിൻ്റെ കൂട്ടിലേക്ക്. സ്നേക്കിൻ്റെ കൂടെ എന്ന് വെച്ചാലും പോരാ, സ്നേക്കിൻ്റെ ഒരു താവളം എന്ന് പറയാം, അല്ലെങ്കിൽ സ്നേക്കിൻ്റെ ഒരു സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇതാ കാണുന്നുണ്ടോ നിങ്ങൾ? പെട്ടെന്നൊന്നും കണ്ടാൽ നമുക്ക് തിരിച്ചറിയൂല. അങ്ങനെയാണ്. പിന്നെ സൂം ചെയ്തിട്ട് എടുക്കണം. ആളകത്തുണ്ടെന്ന് നമുക്കറിയില്ല, ഇതിൻ്റെ അകത്ത് ആളുണ്ടെന്ന് നമുക്കറിയില്ല. പിന്നെന്താ ധൈര്യം എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഇങ്ങനെ ഈ ചില്ലിക്കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. കാണുന്നുണ്ടോ? മണ്ണീര തൊട്ടിട്ട് മലമ്പാമ്പ് വരെ, രാജവെമ്പാല വരെ ഇതിനകത്തുണ്ട്. അത്രയും ഇതുണ്ട്. ഈ കുഞ്ഞ് ഫോട്ടോ എടുക്കാൻ കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയിരിക്കുകയാണ് അതിൻ്റെ അമ്മ. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള വ്യൂസ് വേറെ ഉണ്ട്. അതും ഒരു വൈബ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ കാണുന്നതൊക്കെ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം എപ്പോഴും പോകാൻ പറ്റുന്ന ഭാഗമൊന്നുമല്ലല്ലോ. നമ്മളിപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ദുബായിക്ക് പോയി വരും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ എന്തായാലും ശരി, ഭംഗിയുണ്ട്. ഭംഗി വർണ്ണിച്ചാൽ എനിക്ക് മതിയാവില്ല. മനുവും ബേബിയൊക്കെ നടന്ന് സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മനു ഇതിൻ്റെ അകത്തൊന്നും ആരും ഇല്ലല്ലോ എന്ന്. പക്ഷെ ഉണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെന്നറിയോ, എന്താ പറയുക, പൃഥ്വിരാജിൻ്റെ ആ സിനിമയിലില്ലേ, എന്താ പറയുക, പിരിയോനെ പറഞ്ഞ അതാണ്ടോ. അയ്യോ, പുഴിമണലി, മണലി, അല്ലോ, അണലിയ എന്താണെങ്കിലും ശരി. ഇത് കണ്ടോ കിടക്കണത്. എൻ്റെ അമ്മോ, എന്താണെന്ന് അറിയാലേ. ഞാൻ അങ്ങനെ വിചാരിക്കും, പെട്ടെന്ന് നെയ്ച്ചു വരുന്നു. പിന്നെയും ധൈര്യം എന്താണെന്ന് വെച്ചാൽ ചില്ലുണ്ടല്ലോ, ചില്ലുകൂട്ടിലല്ലേ ഇവരൊക്കെ. എത്ര പൂഴിമണലും അല്ലെങ്കിൽ എത്ര മരവും കാടും വെച്ചാലും ഇവരൊക്കെ ആ ചില്ലിലടച്ചിരിക്കല്ലേ. ആ ധൈര്യത്തിലാണ് ഇത് എല്ലാവരും ഈ എന്താ പറയുക, സ്നേക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങണത് കേട്ടോ. ചുറ്റും പാമ്പാണ്. ചുറ്റും എന്ന് വെച്ചാൽ ആ സൈഡും പാമ്പ്, ഈ സൈഡും പാമ്പ്. നടുക്ക മാത്രം നമ്മളിങ്ങനെ നടക്കണ്ട. ഒരാളിങ്ങനെ പിന്നെ എന്താ പറയുക, ഇരമുണങ്ങിയിട്ടായിരിക്കണത്. ഇത്രേ കണ്ടാൽ തന്നെ എന്താലേ, ഇത്ര ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ ഇത്. അത്രയും ഇതിൽ കാണാനുണ്ട്. പിന്നെ മരത്തിൻ്റെ കളറുള്ള പാമ്പാണ് അതിൽ. പച്ച കണ്ടത് പച്ച കളറുള്ള പാമ്പാണ്. അതുണ്ടില്ലേ, എന്താലേ ഭംഗിയാ പേടിയാ ഭയമാണോ, ഐ ഡോണ്ട് നോ. എന്താണെങ്കിലും ശരി.
ആ അതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. സാക്ഷാൽ മുതല, സാക്ഷാൽ ചീങ്കണ്ണി. കുഞ്ഞാറ്റ പാപ്പാൻ്റെ കയ്യിലാണ് കേട്ടോ. വീഡിയോയും ഇതും കൂടെ ഉടുമ്പൊക്കെ ഉണ്ടടോ, കണ്ടില്ലേ? പിന്നെ എല്ലാതും ഉണ്ട്. മരയോന്ത് അതൊക്കെ നമ്മളുടെ വലിപ്പാണ്. ആള് കണ്ടോ, മയങ്ങാണ്. പിന്നെ അയ്യോ, ഇതൊക്കെ സ്വപ്നത്തിൽ വരാതിരുന്നാൽ മതിയായിരുന്നു. ഇതിനൊക്കെ കണ്ടിട്ടേക്കാരം അന്ന് രാത്രി നമ്മൾ ഭയങ്കര സ്വപ്നം കാണൽ. എല്ലാത്തരം സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് മോനെ. പിന്നെ ഇതിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ മനസ്സ് നൊമ്പരപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റും ബേബിയും പാപ്പയും ഇന്ന് പോവുകയാണ്. പാപ്പാക്ക് ലീവില്ല കേട്ടോ. ഇത്രയും കൊടുത്തത് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ. പാപ്പാക്ക് ഒട്ടും ലീവില്ല പാപ്പാക്ക്. പിന്നെ പാപ്പ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയും ധൈര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ പാപ്പാക്ക് ലൈസൻസ് ഉണ്ടല്ലോ. ആഷിമോന് വണ്ടി അടിപൊളിയിട്ട് ഓട്ടും എന്നല്ലാണ്ട് ആഷിമോനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല ഇവിടെ. അങ്ങനെ ഭയങ്കര വിഷമത്തിലാണ്. കണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതൊക്കെ ഒരു എന്താ പറയുക, മുളയൊന്നും അല്ല കേട്ടോ. എന്തോ ഒരു ഭംഗിയുള്ളൊരു മരത്തിൻ്റെ സംഭവം കൊണ്ട് കിട്ടിയ സാധനമാണ്. ഇവിടെ ഏത് നോക്കിയാലും എനിക്ക് എന്താ അതിന് ഭംഗിയില്ലാത്തത്? എല്ലാം എനിക്ക് ഭംഗിയാണ്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ കുഞ്ഞാറ്റനെ തിരിഞ്ഞ് നോക്കും. പടച്ചോനെ കുറച്ച് കഴിഞ്ഞാൽ അവർ പോവുമല്ലോ എന്ന്. പിന്നെ എന്താ ഞങ്ങളുടെ ലോകം നിറം മങ്ങിയില്ലേ. ഇവളുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു എന്താ പറയുക, ആനന്ദം എന്നൊക്കെ പറയൂലേ, ആഹ്ലാദം, ആനന്ദം, സന്തോഷം, എനർജി, അഭിമാനം എല്ലാം ഞങ്ങൾക്ക് കുഞ്ഞാറ്റയാണ്. പക്ഷെ എന്താ ചെയ്യുക, പാപ്പാക്ക് ലീവില്ല. പാപ്പ പറഞ്ഞു നോക്കി എന്നിട്ടും കേട്ടോ, പക്ഷേ നോ രക്ഷ. അങ്ങനെയൊക്കെ എൻ്റെ പുഷിനേക്കാളും ഓടി നടന്ന് കാണുന്നുണ്ടൊക്കെ. ഇതൊക്കെ കുഞ്ഞാണല്ലേ, കഴുതപ്പുലിയാണെടോ, കഴുതപ്പുലി തന്നെയല്ലേ? കഴുതപ്പുലിയാണോ? എന്താ ഐ ഡോണ്ട് നോ. ഇതാണ് കഴുതപ്പുലി. ഇത് എന്താ സാക്ഷാൽ കടുവയാണ് ഇതില്ലേ. ആള് ഭയങ്കര വിശ്രമത്തിലാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ, ഇയാൾ മാത്രമേ ഉള്ളൂ. അല്ല, അതാ അവിടെ ഒരാൾ കിടക്കണു മരത്തിൽ. അതാ ഉണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തലങ്ങും വിലങ്ങും കിടന്നുറങ്ങുന്നുണ്ട്. അത് ശരി, നമ്മളാണ് കാണാതെ പോയത് കേട്ടോ. ഞാനൊക്കെ വെയിൽ കൊണ്ടിട്ടൊക്കെ ആകെ അലമ്പായിട്ടുണ്ട്. ക്ഷീണിച്ചിടോ, ക്ഷീണത്തേക്കാളും സങ്കടം വരികയാണ്. കുഞ്ഞാറ്റെന്ന് പോലോ എന്നുള്ള സങ്കടം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നാളെ കാണാം, സി യു.